നാടിന്റെ നൊമ്പരമായി സുഹാൻ. പാലക്കാട് ചിറ്റൂരിൽ നിന്ന് ഇന്നലെ കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരന്റെ മൃതദേഹം 21 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് അകലെയുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇത്രയും ദൂരം കുട്ടി എങ്ങനെ എത്തി എന്നതിൽ ദുരൂഹതയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങിമരണമെന്ന് വ്യക്തമായി. ദുരൂഹത ഉയർന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. പാലക്കാട് ചിറ്റൂരിൽ കഴിഞ്ഞ ദിവസമാണ് 6 വയസ്സുകാരൻ സുഹാനെ കാണാതായത്. തുടർന്ന് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. 21 മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് 300 മീറ്റർ ദൂരെയുള്ള കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടി എങ്ങനെയാണ് അകലെയുള്ള കുളത്തിനടുത്ത് എത്തിയതെന്നതാണ് നാട്ടുകാരെയും വീട്ടുകാരെയും കുഴയ്ക്കുന്ന ചോദ്യം. നേരത്തെ ആ കുട്ടി അതിലേ പോയിട്ടുണ്ടെന്ന് പറയുന്നു. നായ അവിടെ കണ്ടപ്പോഴാണുള്ളത് സുഹാൻ അധികം പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. സംഭവത്തിൽ പോലീസ് വിശദാന്വേഷണം നടത്തണമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. ഇത് വീടിന് ഒരു അല്പം അകലെയായിട്ട് ഒരു 100-300 മീറ്റർ അകലെയായിട്ടുള്ള മറ്റൊരു കുളമാണ്. ആ കുളത്തിലാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ആ കുളത്തിന്റെ ഒരു ഘടന ഒരു റോഡും റോഡിന്റെ സൈഡിലൊരു കനാലിനപ്പുറമാണ് കുളം. ഈ കുളത്തിൽ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കുളമാണ്. അപ്പോൾ കുട്ടിയെ കുളത്തിലേക്കായിട്ട് സ്വമേധയാ ഇറങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇറക്കുക തന്നെ വേണം. അല്ലാതെ അപകടത്തിൽപ്പെടാൻ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങിമരണമെന്ന് വ്യക്തമായി. അമ്പാട്ടുപാളയം എരുമൻകോട് മുഹമ്മദ് അനസ് തൗഹിദ ദമ്പതികളുടെ ഇളയ മകനാണ് സുഹാൻ. സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുട്ടികൾ തമ്മിൽ ഉണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അത്. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെയാണ് തിരച്ചിൽ നടത്തിയത്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ നിന്ന് രാത്രി യാത്രയ്ക്കിടെ യുവതിയെ ഇറക്കിവിട്ടു. 18 രൂപ ടിക്കറ്റ് എടുത്ത യുവതിയുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതാണ് ഇറക്കിവിടാൻ കാരണം. രാത്രി 2.5 കിലോമീറ്റർ നടന്നാണ് പിന്നീട് യുവതി വീട്ടിലെത്തിയത്. കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ദിവ്യയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. സംഭവത്തിൽ മന്ത്രിക്ക് ദിവ്യ പരാതി നൽകി. കഴിഞ്ഞ 26-ാം തീയതി രാത്രി 9 മണിക്കായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞ് വെള്ളറട സ്വദേശി ദിവ്യ കൂനമ്പയിൽ നിന്ന് വീട്ടിലേക്ക് ബസ് കയറിയപ്പോൾ കയ്യിൽ പേഴ്സ് കരുതാൻ മറന്നുപോയി. 18 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഗൂഗിൾ പേ ഉപയോഗിച്ചെങ്കിലും സർവർ തകരാറ് കാരണം ഇടപാട് നടത്താൻ കഴിഞ്ഞില്ല. പ്രകോപിതനായ കണ്ടക്ടർ തോലടിയിൽ യുവതിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിടുകയായിരുന്നു. തെരുവ് വിളക്കുകൾ പോലുമില്ലാത്ത സ്ഥലമായതിനാൽ ദിവ്യയ്ക്ക് 2.5 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. സംഭവത്തിൽ ദിവ്യ വകുപ്പ് മന്ത്രിക്കും വെള്ളറട സ്റ്റേഷൻ മാസ്റ്റർക്കും പരാതി നൽകി. ഞാൻ സ്ഥിരം ഡെയിലി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, GPay ചെയ്യാറുണ്ട്. ആ ഒരു ഇതിലാണ് GPay ചെയ്യാമെന്ന് വില്ലിങ് ആയത്. അപ്പോൾ അത് സെർവർ ബിസി ഞാൻ കാണിച്ചു. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ റേഞ്ച് കിട്ടി ഞാൻ GPay ചെയ്യായിരുന്നു. പക്ഷെ അയാൾ അതിന് മുമ്പേ അങ്ങനെ എന്നെ ഇറക്കി വിട്ടു. അല്ലെങ്കിൽ വെള്ളയുടെ പോയിട്ടായാലും ഹസ്ബൻഡിൽ നിന്ന് വാങ്ങി ഞാൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അയാൾ അത് ആ പരിഗണന നൽകാതെ, ഒരു പെൺകുട്ടി എന്നൊരു പരിഗണന നൽകാതെ എന്നെ ആ രാത്രിയിൽ ഇട്ടിട്ട് ഒറ്റയ്ക്ക് അയാൾ ഇറക്കി വിട്ടു. തുടർന്ന് ഞാൻ KSRTC വെള്ളടയിലെ സ്റ്റേഷൻ മാസ്റ്ററിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പം രാത്രിയിൽ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഉണ്ടായി. അപ്പം അവരുടെ വീട്ടിലും പെൺകുട്ടികളുള്ളതാണ്. അപ്പം അവരുടെ മക്കൾ അവരിതുപോലെ വഴി റോഡിൽ ഇങ്ങനെ ഇറക്കി വിടുമോ? നെയ്യാറ്റിൻകരയിൽ നിന്ന് വെള്ളറടയിലേക്ക് വന്ന KSRTC ബസ്സിലെ കണ്ടക്ടറും നെയ്യാറ്റിൻകര സ്വദേശിയുമായ അനിൽകുമാറാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്നും വകുപ്പ്